ലെബനനിൽ ഇസ്രായേലിന്റെ മാരക സ്ട്രൈക്ക് ആക്രമണത്തിൽ 4 പേർ കൊല്ലപ്പെട്ടു. ഇതോടുകൂടി തന്നെ 2 ദിവസത്തിനിടയിൽ നടന്ന ആക്രമണത്തിൽ മാത്രമായി തന്നെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 23 പശ്ചിമേഷ്യൻ സംഘർഷം നിലനിൽക്കെ തന്നെ ശക്തമായ ആക്രമണമാണ് ലെബനനിൽ ഇസ്രായേൽ അഴിച്ചുവിടുന്നത്. ഇസ്രായേലി യുദ്ധവിമാനങ്ങൾ അതിന് 2 ഇടങ്ങളിലായി തന്നെ വ്യോമാക്രമണങ്ങൾ നടത്തിയതായി തന്നെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അതേപോലെ തന്നെ വലിയ രീതിയിൽ ചില പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ അവിടുത്തെ കെട്ടിടങ്ങൾക്ക് നേരെ ഉണ്ടായ വ്യോമാക്രമണത്തിൽ 3 യുവാക്കൾ കൊല്ലപ്പെട്ടതായിട്ടാണ് വിവരം. അതിനിടെ തന്നെ ഹോർമൂസ് കടലിടുക്കിൽ കഴിഞ്ഞ ദിവസം താരതമ്യേന തന്നെ ശാന്തമായ ഒരു അവസ്ഥയാണ് നിലനിൽക്കുന്നതെന്നതാണ് സൂചന. ഇറാനുമായുള്ള 2 മാസത്തിലേറെ നീണ്ടുനിന്ന പോരാട്ടങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് സമാധാന ചർച്ചകൾ ആരംഭിക്കുന്നതിനുള്ള ട്രംപിന്റെ ഏറ്റവും പുതിയ നിർദ്ദേശത്തോടുള്ള ഇറാന്റെ മറുപടിക്കായി തന്നെ കാത്തിരിക്കുകയാണ് എന്നതാണ് അമേരിക്ക ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അമേരിക്കയുടെ നിർദ്ദേശം ഇറാൻ വിലയിരുത്തുകയാണ് എന്നും ഉചിതമായ സമയത്ത് പ്രതികരിക്കുമെന്നും ഇപ്പോൾ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. മാത്രമല്ല, സമാധാന ചർച്ചകൾ അവിടെ പുരോഗമിക്കുമ്പോഴേക്കും ഹോർമൂസ് കടലിടുക്കിൽ US-ഉം ഇറാനും തമ്മിൽ വൻ സൈനിക ഏറ്റുമുട്ടൽ നടന്നതായും റിപ്പോർട്ടുകളുണ്ട്. ഹോർമൂസ് കടലിടുക്ക് ഇറാൻ ടാങ്കറുകൾക്ക് നേരെ അമേരിക്കൻ സൈന്യം ആക്രമണം നടത്തിയതായാണ് ഇറാന്റെ ആരോപണം. ഇറാനിലെ ഗോഷിയ തുറമുഖത്തും ബദർ അബ്ബാസ് മേഖലയിലും അടക്കം സ്ഫോടന ശബ്ദങ്ങൾ, ഡ്രോൺ ആക്രമണങ്ങൾ വരെ ഉണ്ടായതായി തന്നെ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. ഇതിന് പിന്നാലെ തന്നെ ഇറാൻ സൈന്യവും തിരിച്ചടിച്ചതായി തന്നെയാണ് വിവരം. 2 ഡ്രോണുകൾ ഇറാൻ സൈന്യം വെടിവെച്ച് തകർത്തുവെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അതേസമയം മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെ ചില നിർണായകമായ അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നു. അമേരിക്കയുടെ 3 നാവിക ഡിസ്ട്രോയർ കപ്പലുകൾ ഹോർമൂസ് കടലിടുക്കിൽ സുരക്ഷിതമായി തന്നെ കടന്നുപോയി എന്നും ആക്രമിക്കാനെത്തിയ ഇറാൻ കപ്പലുകൾ പൂർണ്ണമായി തങ്ങൾ തകർത്ത് തരിപ്പണമാക്കി എന്നതാണ് ട്രംപിന്റെ അവകാശവാദം. എന്നാൽ പിന്നീട് നൽകിയ പ്രതികരണത്തിൽ ഹോർമൂസിലുണ്ടായ ഏറ്റുമുട്ടൽ ഒരു സ്നേഹത്തിന്റെ പുറത്തല്ല, അത് സ്നേഹത്തിലല്ല എന്ന് മാത്രമല്ല, വലിയ രീതിയിൽ ആ വെടിനിർത്തൽ കരാർ തുടരുന്നു എന്നതാണ് ട്രംപ് പ്രതികരിച്ചത്. മറുവശത്ത് US ആക്രമണം എണ്ണക്കപ്പലുകളെയും തദ്ദേശ ജനവാസ കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ടായിരുന്നുവെന്നും ഇറാൻ ആരോപണം ഉന്നയിക്കുന്നു. ബദർ, ഖാമിർ, അതേപോലെ മറ്റ് ദ്വീപുകൾ, ആ മേഖലകളിലെല്ലാം തന്നെ ആക്രമണം നടന്നു എന്നതാണ് ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇവിടെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇറാന്റെ മുന്നറിയിപ്പ് ഇപ്പോൾ വലിയ രീതിയിൽ ശ്രദ്ധ നേടുകയാണ്. സിംഹം പല്ല് കൂർപ്പിക്കുന്നതിനെ ചിരിയായി തെറ്റിദ്ധരിക്കരുത് എന്നതാണ് ഇവിടെ കടുത്ത ഭാഷയിൽ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇതിനിടയിൽ തന്നെ UAE-യിലും വീണ്ടും വ്യോമാക്രമണ ഭീഷണി ഉയർത്തിയിരിക്കുകയാണ്. മിസൈൽ ആക്രമണം പ്രതിരോധിച്ചുവെന്നും UAE പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ജനങ്ങൾ സുരക്ഷിത കേന്ദ്രങ്ങളിൽ തുടരുന്നുവെന്നും അധികൃതർ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നും ലോക എണ്ണ വിപണിയെയും ആഗോള സുരക്ഷാ സാഹചര്യവും നേരിട്ട് ബാധിക്കുന്നുവെന്ന ചില സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ അരങ്ങേറുന്നുവെന്ന വിലയിരുത്തലും ഇവിടെ പുറത്തു വന്നിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.